ഗുഡ് മോർണിംഗ് കൊച്ചി. മോർണിംഗ് ഷോയിൽ ആർജി വൈകിയാണ് കേട്ടോ കൂടുള്ളത്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താന്നല്ലേ, ഇന്ന് മാർച്ച് 3 വേൾഡ് ഇന്റർനാഷണൽ റൈറ്റേഴ്സ് ഡേ. യെസ്, നമ്മുടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ച നിരവധി കഥകളുമായിട്ട് അലയുന്ന അനേകം ആളുകളെ കാണാൻ കഴിയും. എന്തിന്, നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് എത്തി നോക്കിയേ, എന്തോരം കഥകളാണല്ലേ. ഒരിടത്തൊരിടത്ത് പണ്ട് അങ്ങനെ കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതും ഭാവനയിൽ വിരിഞ്ഞതുമായ അനേകമായിരം കഥകളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടാവും. എല്ലാ കഥാകാരന്റെയും കഥാകാരിയുടെയും ആഗ്രഹം തങ്ങളുടെ കഥ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തണം എന്ന് തന്നെയായിരിക്കില്ലേ. ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ കലാരൂപത്തിലൂടെ, സിനിമയിലൂടെ കഥയെയും കഥാപാത്രങ്ങളെയും കടലാസിലേക്ക് പകർത്തി തിരക്കഥകളുടെ ഭാണ്ഡവുമായി സംവിധായകരെയും നിർമ്മാതാക്കളെയും അഭിനേതാക്കളെയും തേടി നടക്കുന്നവർ, മനസ്സിൽ കണ്ട കഥകൾ വലിയ സ്ക്രീനിൽ നിറഞ്ഞ പ്രേക്ഷകർക്കൊപ്പം ഒരു നാൾ കാണാനായി തങ്ങളുടേതായ ഒരു വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ. ഓരോ കഥാകാരനും കഥാകാരിയും അവരുടെ കഥയുടെ യഥാർത്ഥ കേൾവിക്കാരിൽ എത്തുമ്പോൾ ആ കഥകൾക്ക് ജീവൻ വെക്കുന്നു. ഇത് കഥ പറച്ചിലുകാരുടെയും കേൾവിക്കാരുടെയും ലോകമാണ്. വെൽക്കം ടു ദ വേൾഡ് ഓഫ് സ്റ്റോറീസ്. പറവറ കഥ പറ, ചറവറ കഥ പറ. ഉച്ചയ്ക്ക് കഞ്ഞോടിക്കാൻ ആ ചേട്ടാ, ഞാൻ വിളിച്ചില്ലായിരുന്നോ? ആ സൂരജ് മറ്റേ കഥ പറയാൻ വേണ്ടി വരുന്നേ. കഥ പറയാനല്ലേ? എവിടെത്തി? ഞാനിവിടെ വൈറ്റില ഹബിലുണ്ടായിരുന്നേ. എങ്ങോട്ടേക്കായിരുന്നു വരണ്ടേ? അവിടുന്നേ ഒരു 500 മീറ്റർ മാറിയിട്ടാ. ഞാൻ ഇന്നലെ ലൊക്കേഷൻ മാപ്പ് അയച്ചിരുന്നില്ലായിരുന്നോ? ഞങ്ങളുടെ ലൊക്കേഷനിലുണ്ട്. കഥ പറയാൻ വന്നതല്ലേ? നല്ല കഥയല്ലേ? ശരി, അപ്പോൾ വന്നാൽ മതി കേട്ടോ. ശരി. ഞാൻ നോക്കിയിട്ട് പറയാം. സൂരജ്, ഞാൻ അജയ്, വിളിക്കാം. സുബിൻ, ഏജി. ഓക്കെ. കണ്ണൂരാണല്ലേ വീട്? അതെ, കണ്ണൂരാ വീട്. കണ്ണൂർ എവിടെയാണ്? കണ്ണൂർ ഒരു ഗ്രാമപ്രദേശത്താണ്, ഉൾപ്രദേശത്താണ്. ഉൾഗ്രാമത്തിൽ. അപ്പോൾ ഉൾഗ്രാമം എന്ന് പറയുമ്പോൾ കുറച്ച് റിയലിസ്റ്റിക് ആയ പരിപാടികളായിരിക്കും അല്ലേ? ഒരു ഫീൽ ഗുഡ് റിയലിസ്റ്റിക് ഗ്രാമീണ, ഒരു ഗ്രാമീണമായിട്ടുള്ള. അതെ അല്ലേ, ഒരു കുളം. പക്ഷെ നമുക്ക് അങ്ങനത്തെ കഥയല്ല വേണ്ടത്. അല്ല, എൻ്റെ അടുത്ത് എല്ലാ തരത്തിലുള്ള കഥകളുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഒരു ലെവല് മാറണം. എന്നാ നമുക്ക് തുടങ്ങിയാലോ? പിന്നെന്താ? അല്ല, ഞാനെന്താ സ്ക്രിപ്റ്റ് എടുത്ത് വെച്ചോട്ടെ. പിന്നെ ഇത് കുറേ ഉണ്ടല്ലോ സൂരജ്. എല്ലാം ഞാൻ എഴുതിയതാ. കുറെ കഥകളുണ്ടോ സൂരജിന്റെ? വീട്ടില് അടുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു പരിപാടി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 5 മിനിറ്റാണ് സമയമുള്ളത്. ഓക്കെ. ഒരു 5 മിനിറ്റിനകത്ത് നിങ്ങളൊരു കഥ പറഞ്ഞ് നമ്മളെ കൺവിൻസ് ചെയ്യണം. ഇപ്പോൾ ഏത് ടൈപ്പ് കഥ വേണമെന്ന് നിങ്ങൾ പറയുമായിരുന്നേല്? ഇപ്പോൾ ഫീൽ ഗുഡ് ഉണ്ട്, മാസ് ഉണ്ട്, ഹൊറർ ഉണ്ട്. ജസ്റ്റിൻ സ്റ്റീഫൻ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ പരിപാടി വേണം. ബ്രോ, പാൻ ഇന്ത്യൻ ഉണ്ടോ? പാൻ ഇന്ത്യൻ അല്ലേ? അതെ, പാൻ ഇന്ത്യൻ ഉണ്ടാക്കാം. ഉണ്ട്. പാൻ ഇന്ത്യൻ ഉണ്ട്. അത് മതി. കുട്ടൻ തമ്പുരാൻ, ബോൺ ടു ബി. കൊള്ളാം. കുട്ടൻ തമ്പുരാൻ കുറച്ച് ഓൾഡ് അല്ലേ? എടാ, ബോൺ ടു വിൻ മാസല്ലടാ, അത് ഹിറ്റാവും. പിന്നല്ലേ, കുഴപ്പമില്ലല്ലേ? അത് കൊള്ളാം. എന്നാ സൂരജേ തുടങ്ങിക്കോ. PV കുട്ടൻ അഥവാ കുട്ടൻ തമ്പുരാൻ, മധ്യ തിരുവിതാംകൂറിലെ ഒരു ക്ഷയിച്ച ഇല്ലത്തെ കരണ്ട് തമ്പുരാൻ. എന്ത് തമ്പുരാൻ? അതായത് കരണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രസന്റ് ആയിട്ടുള്ള. കറണ്ട് ആയിട്ടുള്ള. ഓക്കെ. പുള്ളി ആകെ ദാരിദ്ര്യവും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുവാണ്. ഈ വല്ല പണിക്ക് പോയിക്കൂടെ? ഞാനോ? കുട്ടനെ പുള്ളി തമ്പുരാനാണല്ലോ. തമ്പുരാൻ ഇങ്ങനെ കൂലിപ്പണിക്കൊക്കെ പോകാന്ന് വെച്ചാൽ മോശമല്ലേ? പിന്നെ PSC എഴുതാണെങ്കിൽ പുള്ളിക്ക് ഏജ് ഓവർ ആവുകയും ചെയ്തു. നമ്മള് നോക്കണല്ലോ. അപ്പൊ ഇങ്ങനെ ആകെ കഷ്ടത്തിലായിട്ട് പുള്ളി നേരെ ട്രെയിൻ കയറി ബോംബെക്ക് പോകും. ഒരു വണ്ടി പോകുന്നു. നേരെ ധാരാവി റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് കുട്ടൻ തമ്പുരാൻ ഇറങ്ങുന്നു. അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് നല്ല പ്രാവുകൾ അല്ലേ? അല്ലല്ല, പ്രാവല്ല, ഇവിടെ പരുന്താണ് പറയും. അതായത് പാനിന്റിനാണല്ലോ. സൂരജ് ബ്രോ, ഇത് പഴയൊരു മലയാള പടത്തിന്റെ ചെറിയൊരു റിസംബ്ലൻസ് ഏതോ ഒരു പടം. അല്ല, അഭിമന്യു.
അല്ല അങ്ങനെ ചെറിയൊരു സാമ്യം ഉണ്ടായിരിക്കും. ഞാനിപ്പോ കഥ പറയുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് പറയുമെങ്കിലും സ്ക്രിപ്റ്റ് നോൺ ലീനിയർ ആയിട്ട് എഴുതിയിരിക്കുന്നത്. Okay. അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലായില്ല. മനസ്സിലാവൂലല്ലേ? കഥ പറ. പറയട്ടെ. മുംബൈയിലെത്തിയ കുട്ടൻ തമ്പുരാൻ അവിടുത്തെ ധാരാവിയുടെ കാവൽക്കാരനായ കബീർ ചാച്ചയുടെ ഡ്രൈവറായി മാറും. രക്ഷപ്പെടുത്തല് വല്ലതും ഉണ്ടോ? സ്വാഭാവികം. ഓ മനസ്സിലായി. എന്നിട്ട് സ്വാഭാവികമായും നല്ലവനായ കബീർ ചാച്ചയുടെ ജോലി എന്ന് പറയുന്നത് കള്ളക്കടത്തായിരുന്നു. അയാളുടെ കടത്തലുകളിലെല്ലാം കൈകടത്തി കുട്ടൻ അവിടുത്തെ ഒരു ഹീറോ ആയിട്ട് മാറുവാണ്. ഈ കബീർ ചാച്ചയുടെ ഒപ്പം ചേർന്നിട്ട് ധാരാവിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നു. ആണോ? കാമാത്തിപുരിലെ സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്നു, പെൺകുട്ടികൾക്ക് സ്കൂൾ വെച്ച് കൊടുക്കുന്നു. അപ്പൊ ഈ ആൺകുട്ടികളൊക്കെ അതവര് എടാ അത് പിന്നെ പെൺകുട്ടികൾ വന്നു കഴിഞ്ഞാൽ വന്നോളല്ലോ. ഇങ്ങനെ പതിയെ പതിയെ നമ്മുടെ കുട്ടൻ തമ്പുരാനെ ആളുകൾ കുട്ടൻ ബായി എന്ന് വിളിച്ചോളൂ. ഓ റോക്കി ബായ്. അതെ അതെ. കുട്ടൻ ബായ്. അടിപൊളിയായിരിക്കും. ബായ്. ഈ കുട്ടൻ തമ്പുരാൻ ധാരാവിയെ സ്നേഹിക്കുന്ന പോലെ തന്നെ കബീർ ചാച്ചയുടെ മകളായ ലൈലയെയും സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ഒരു ലവ് ട്രാക്ക്. ഒരിക്കൽ കബീർ ചാച്ചയുടെ ശത്രുക്കളായ ബൽമീന്ദർ സിംഗും ഗ്യാങ്ങും ലൈലയെ ആക്രമിക്കും. അപ്പൊ കുട്ടൻ തമ്പുരാൻ അവളെ അതിസാഹസികമായിട്ട് രക്ഷപ്പെടുത്തുന്നു. അവിടെ നമ്മളൊരു സോങ് വെക്കുന്നു, ഒരു ലവ് സോങ്. അതായത് കുട്ടൻ തമ്പുരാൻ മുണ്ടൊക്കെ എടുത്ത് വീണ വായിക്കുമ്പോൾ നമ്മുടെ ലൈല ഒതന്റിക് മുസ്ലിം വേഷത്തിൽ ഡാൻസ് ചെയ്യുന്നു. അവിടെ ശരിക്കും ഒരു അറബിക് കർണാട്ടിക് ഫ്യൂഷനാണ് പാട്ടായിട്ട് എൻ്റെ മനസ്സിലുള്ളത്. നമുക്ക് സമയം ഏകദേശം ആയിട്ടോ? അല്ല, കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെന്റ്സ് ഇനി വരാനുണ്ട്. നമ്മുടെ ലൈലയ്ക്കൊരു ബ്രദറുണ്ട്, റസാഖ്. അതായത് നമ്മുടെ കബീർ ചാച്ചയുടെ മൂത്തമൻ. പുള്ളിക്ക് നാർക്കോട്ടിക്കിന്റെ ബിസിനസ് തുടങ്ങാൻ ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ കുട്ടൻ അയാളെ എതിർക്കും. കാരണം നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് ആണല്ലോ. കറക്റ്റ്. താങ്ക് യു. നമ്മുടെ ഈ കുട്ടൻ തമ്പുരാനും ലൈലയും തമ്മിലുള്ള പ്രണയം കബീർ ചാച്ചി അറിയും. ഇരുവരും തെറ്റും. ഈ സമയത്ത് ഈ അവസരം മുതലെടുത്ത് റസാഖ് ബായി നാർക്കോട്ടിക് ബിസിനസ് തുടങ്ങും. റസാഖ് ബായിയെ ബൽമീന്ദർ സിംഗ് ഗ്യാങ് കൊല്ലും. എന്നിട്ട് ആ കുറ്റം കുട്ടൻ തമ്പുരാന്റെ മുകളിൽ കെട്ടിവെക്കും. ക്ലൈമാക്സ് സീൻ എന്താന്ന് വെച്ചാല് കടലിന്റെ നടുക്ക് ഒരു വലിയ കപ്പലില് നമ്മുടെ കുട്ടൻ തമ്പുരാനും ലൈലയും. ആ കപ്പല് നിറച്ച് കണ്ടെയ്നറുകളില് നമ്മുടെ റസാഖ് ബായിയുടെ മയക്കുമരുന്ന് ശേഖരം. ഒരു സൈഡില് കബീർ ചാച്ചയും ഗ്യാങ്, മറു സൈഡില് ബൽമീന്ദർ സിംഗ് ഗ്യാങ്. ഇവരെ ഇങ്ങനെ വളഞ്ഞേക്കുവാ ബോട്ടില്. അവിടെ നാർക്കോട്ടിക് ടീമിന്റെ ഗ്യാങ് ലീഡറായ മെക്സിക്കൻ മാഫിയ ഡോൺ അന്റോണിയോ നവരത്തിലോവ എന്ന് പറഞ്ഞു. അന്റോണിയോ നവരത്തിലോവ, മെക്സിക്കൻ ഡോണ്. നല്ല ഇളം നീല കണ്ണുള്ള. അതെ 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 അതെ. അപ്പം പുള്ളി നടത്തുന്ന ഒരു പാർട്ടി, ഒരു ഡ്രഗ് പാർട്ടി, ഐറ്റം സോങ്ങും ഐറ്റം ഡാൻസും. ഐറ്റം സോങ് എന്നൊക്കെ പറയുമ്പോഴേ അതിപ്പോ കണ്ട എല്ലാ പടങ്ങളിലും ഗാങ്സ്റ്റർ സിനിമകളിലൊക്കെ വന്നിട്ടുള്ള പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയല്ലേ? അല്ല, അങ്ങനെ ഇപ്പൊ ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ പിന്നെ കൊള്ള സംഗീതത്തിൽ നമുക്ക് തിരുവാതിര നടത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്ക് അവരെ കൗണ്ടർ ചെയ്യാൻ പറ്റും. ഏത്? അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അടി ഇടി വെടി പോകാം, ഐറ്റം സോങ്, ഐറ്റം ഡാൻസ്. അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വില്ലന്മാരെയും അമ്മായിച്ചനെയും എല്ലാവരെയും തട്ടി ആ കപ്പലിലും തീയിട്ട് ഒരു ഹെലികോപ്റ്ററിൽ നമ്മുടെ കുട്ടൻ തമ്പുരാനും ലൈലയും കൂടി പറന്നു ഇരയാണ്. അതെ അതെ അതെ. സൂരജ് ബ്രോ, സംഭവം പരിപാടിയൊക്കെ രസമായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. പക്ഷെ നമ്മൾ നോക്കുന്ന ഇങ്ങനത്തെ ഒരു പരിപാടിയല്ല, ഇച്ചിരി കൂടി മാസപ്പിലുള്ള ഇച്ചിരി കൂടി മാസമായിട്ടുള്ളൊരു പരിപാടിയാണ്. അല്ല, മാസമുണ്ടെന്നേ. അതായത് മഹാരാഷ്ട്ര ചീഫ് മിനിസ്റ്ററുടെ ക്യാബിനിലേക്ക് കുട്ടൻ തമ്പുരാൻ ചവിട്ടി പൊളിച്ച് കയറി ചെന്നിട്ട് നിങ്ങൾ മിനിസ്റ്റർ ആണെങ്കിൽ ഞാൻ മോൺസ്റ്റർ എന്ന് പറയുന്ന മാസ് ഡയലോഗ് ഉണ്ട്. അടി വില അത് കൈയടി കിട്ടും. പിന്നെ മാസ്. പിന്നെ ഇതിന്റെ ടൈലൻഡിലേക്ക് നമ്മളിപ്പോ എഡിറ്റ് ചെയ്യുമ്പോൾ ബാക്കി വരുന്ന കുറെ സീനുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കൂടി വെട്ടിക്കൂട്ടിയിട്ട് നല്ല മാസ് BGM ഒക്കെ ഇട്ടിട്ട് ഒരു സെക്കൻഡ് പാർട്ടിനുള്ളൊരു ബിൽഡപ്പ് കൊടുക്കണം. സെക്കൻഡ് പാർട്ട് ചാപ്റ്റർ 2 ശക്തൻ തമ്പുരാൻ ബോൺ ടു ഫൈറ്റ്. എങ്ങനെയുണ്ട്? അതായിരിക്കും കുറച്ചുകൂടെ നല്ല ഇതിനെ കാണും അല്ലേ? അല്ല, അതിന്റെ കഥയായിട്ടില്ല. കഥയില്ല. അതെ, കഥയില്ല, പേര് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോ ഏതെങ്കിലും ആർട്ടിസ്റ്റിനെ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും മൈൻഡ് വെച്ചിട്ടാണോ എഴുതിയത്? ഉണ്ട്, ഷാരൂഖ് ഖാൻ. തീരുമാനമായി. അമിതാഭ് ബച്ചന് പ്രായമായി പോയി. ബ്രോ, അങ്ങനെയാണെങ്കിലേ ഞങ്ങള് ഇത് വായിച്ചിട്ട് പറയാം. വായിക്കൂലോ അല്ലേ? ഓ വായിക്കും. വിളിച്ചാ മതി. വിളിക്കണേ. ശരി, വിളിക്കും. ഇനി കണ്ണൂരിലേക്കാണോ?
ആണല്ലേ ഓക്കെ ശരി അപ്പൊ കിട്ടുവാണെങ്കിൽ വന്ദേ ഭാരതി പൊക്കോളൂ. ബൈ ശരി എന്നാ എൻ്റെ പൊന്നളെ അവന്മാർ ചെന്നിരുന്നവിടെ പാൻറ്റിനുണ്ടോ എൻ്റെ അടുത്താണ് ഉണ്ടാ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കഥ എടുത്ത് പാൻറ്റിനാക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷെ സംഭവം വർക്കാം, വായിച്ചിട്ട് വിളിക്കാമെന്നാണ് പറഞ്ഞത്. വായിക്കും എന്തായാലും വായിക്കും. ആ നമുക്ക് നോക്കാം. ശരി എന്നാൽ ഓക്കെ. എടാ മറ്റവൻ്റെടാ വാട്സപ്പിലാക്കി അവനിട്ട് കയ്യിൽ കിട്ടി ഏൽപ്പിച്ച് പോയടാ. അടിപൊളി വായിച്ചോ. ഓ ഇതൊരു ഏകദേശം ബഡ്ജറ്റ് 30 കോടി റുപ്യൊക്കെ വരൂട്ടാ. തൊടണ്ട, ഇവിടെ മാറ്റി വെച്ചു. മാറ്റി വയ്ക്കല്ലേ, എന്നാ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ജംഗിൾ റമ്മി കളിച്ച് ജയിക്കുമ്പോഴേ പിടിക്കാം. നമുക്ക് ഓണം നമ്പർ എടുക്കാം, നീ ചെല്ല്. ഇതുപോലെ ഓരോ സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും താരങ്ങളുടെയും കയ്യിൽ വെച്ച് മടങ്ങുന്ന 100 കണക്കിന് കഥകൾ. അവയെല്ലാം സിനിമയാവണമെന്നില്ല. ഉറക്കം വിളിച്ച് വിയർപ്പൊഴുക്കി അവരെഴുതുന്ന കടലാസുകൾ ചിലപ്പോൾ കപ്പലണ്ടി കച്ചവടക്കാരൻ്റെ കയ്യിൽ വരെ എത്തും. എല്ലാം ഓരോ പ്രതീക്ഷകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരാളെങ്കിലും ഉണ്ടാവും സിനിമാ മോഹവുമായിട്ട് നടക്കുന്ന ആള്. എൻ്റെ കഥ സിനിമയാകും എന്ന പ്രതീക്ഷയിൽ നടക്കുന്ന ഒരു വ്യക്തി. ആ പ്രതീക്ഷയിൽ എല്ലാ ദിനവും കടന്നു പോകുന്നു. വീണ്ടും കേട്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും ഒരു നല്ല ശുഭരാത്രി നേർന്നുകൊണ്ട് ഞാൻ ആർച്ചി വൈക്കാം. ഇങ്ങനെ 5 മിനിറ്റിൽ രസകരമായി കഥകൾ പറയാൻ നിങ്ങൾക്ക് കഴിയോ? എങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് ചെയ്തോളൂ.